ഹേ ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ വെക്കേഷൻ ഇതാ ഇവിടെ തീർന്നു. ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നേ ഇതാ നമ്മുടെ വീട് മൊത്തം ക്ലീൻ ആൻഡ് നീറ്റാക്കി ബ്ലാങ്ക് ആക്കി ഇട്ടിട്ടാണ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ അതിൻ്റെ സേവനവാരങ്ങളാണ് ഈ കാണുന്നത്. എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്ത് ഭദ്രമാക്കി വെക്കുകയാണ്. കുറേ പേരൊക്കെ ചോദിച്ചായിരുന്നു നിങ്ങളെങ്ങനെ പോകുമ്പോൾ എങ്ങനെ വെക്കുന്നതെന്നൊക്കെ. ഞാൻ സാധാരണ എല്ലാ ദിവസവും വെക്കുന്നത് ഇങ്ങനെയല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ബോട്ടിൽസും ഇത് എല്ലാ കാര്യങ്ങളും ഞാനൊരു കബോർഡ്സിൻ്റെ ഉള്ളിലേക്ക് ഡയറക്റ്റ് വെക്കാറില്ല. കാർട്ടൂൺ ബോക്സിലിട്ടിട്ട് റാപ്പ് ചെയ്തിട്ടാണ് എല്ലാ പ്രാവശ്യവും വെക്കുന്നത്. ഇത്തവണ ഞാൻ അതിൽ നിന്നൊരു മാറ്റം വരുത്തിയിട്ട് ഇങ്ങനെ കബോർഡ്സിൻ്റെ ഉള്ളിൽ ഇതുപോലെ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് തന്നെ വെക്കാനാണ് തീരുമാനം. ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നെക്സ്റ്റ് ഞാൻ അടുത്ത വർഷം വരുമ്പോഴേ അറിയുള്ളൂ കേട്ടോ. കാരണം ഈ കബോർഡ്സിൻ്റെ ഉള്ളിൽ കാർട്ടൂൺ ബോക്സിലാക്കിയിട്ട് കബോർഡ്സിൻ്റെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ വിങ്ങി അത് ഫംഗലും ഇതൊക്കെ വന്ന കാർട്ടൂൺ ബോക്സ് ഇങ്ങനെ നശിച്ചു പോകുന്ന ആ ഒരു ഇതാവും. അപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഫസ്റ്റ് വന്ന് തുറക്കുമ്പോൾ കാണുമ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു, ഇപ്രാവശ്യം ഇങ്ങനെ കബോർഡ്സിൻ്റെ ഉള്ളിൽ ജസ്റ്റ് പ്ലെയിൻ ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നൊന്നും അറിയില്ല. ഇനി നെക്സ്റ്റ് കാണാം. അടുത്ത വർഷം ഞാൻ വരുമ്പോഴാണ് അറിയുള്ളൂ. പിന്നെ അടുത്തത് നമ്മുടെ അറേഞ്ച് ചെയ്ത് വെച്ച ഫ്ലവറും പോട്ടും എല്ലാം ഒന്ന് മാറ്റി വെക്കണം. പക്ഷേ ഫ്ലവേഴ്സ് ഞാൻ എന്തായാലും എന്നും ചെയ്യുന്ന പോലെ തന്നെ ഒരു കവറിൽ ഇതെല്ലാ ഫ്ലവേഴ്സും കവറിലാക്കിയിട്ട് നല്ലോണം റാപ്പ് ചെയ്യും. എന്നിട്ടൊരു കാർട്ടൂൺ ബോക്സിലേക്ക് ഇട്ടിട്ട് അതും റാപ്പ് ചെയ്യും. അങ്ങനെയാണ് ഫ്ലവേഴ്സൊക്കെ. അപ്പം ഒരു കേട് ഒന്നും പൊടിയോ ഒന്നും പിടിക്കത്തില്ല. അങ്ങനെയാണ് ഞാൻ ഫ്ലവേഴ്സൊക്കെ വെക്കുന്നത്. ഈ ഒരു ഡ്രൈ ഫ്ലവർ ഉണ്ടല്ലോ, ഇതിൽ ഞാൻ എസൻസ് ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ടേബിളിലൊക്കെ വെക്കുന്നത്. ഈ ഒരു സ്മെൽ ഇപ്പോഴും ഉണ്ട്. ഈ ഒരു സ്മെല്ലുണ്ടല്ലോ, നെക്സ്റ്റ് ഇയറിൽ നമ്മൾ വരുമ്പോഴും അതേ സ്മെല്ലുണ്ടാവും. ഈ കവറിൽ ഇങ്ങനെ കെട്ടിവെക്കുന്നതുകൊണ്ട് നല്ല സ്മെല്ലായിട്ട് അന്നും. ഈ ഫ്ലവേഴ്സും പോട്ടും എല്ലാം ഞാൻ ഇപ്രാവശ്യം കൊണ്ടുവന്നല്ല കേട്ടോ. ഇതൊക്കെ ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ ആ ടൈമിൽ തന്നെ ഞാൻ അവിടുന്ന് കൊണ്ടുവന്നതായിരുന്നു. ഇത് എല്ലാ പ്രാവശ്യം ഇങ്ങനെ വരുമ്പോൾ അറേഞ്ച് ചെയ്ത് വെക്കും, അതുപോലെ എടുത്ത് വെക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ എല്ലാവരും ചോദിക്കും എന്തിനാ അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്, എന്തായാലും ഒരു മാസത്തെ വെക്കേഷനല്ലേ, അത് കഴിഞ്ഞ് വീണ്ടും പോയില്ല എന്നൊക്കെ. പക്ഷേ നമ്മൾ വീട്ടിൽ ഇങ്ങനെയൊക്കെ സെറ്റാക്കി, എനിക്കങ്ങനെ കേട്ടോ, എനിക്ക് പേഴ്സണലി വീടൊക്കെ നല്ല സെറ്റായിട്ട് ഇരിക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. അത് നമ്മൾ വരുമ്പോൾ കാണുമ്പോൾ നമ്മൾ പുറത്തു നിന്നൊക്കെ വരുമ്പോൾ കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം, ഒരു പോസിറ്റിവിറ്റി, അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ തിരിച്ചു പോകുമ്പോൾ ഇതെല്ലാം എടുത്തു വെക്കണം. അതൊക്കെ എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതും ഇങ്ങനെ എല്ലാം ക്ലീനാക്കി നീറ്റാക്കി വെക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ അതിനൊരു വെറുപ്പ് എനിക്ക് തോന്നാറില്ല. അങ്ങനെ കിച്ചണിൽ ഏകദേശം പണിയൊക്കെ തീർന്നപ്പോൾ ഇനി ബെഡ്റൂം അതുപോലെ ഹാള് അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാൻ വന്നതാണ്. ബെഡ്റൂമിൻ്റെ അവസ്ഥ ആകെ അലമ്പാണ്. ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മൊത്തം വാരി വലിച്ചിട്ടിരിക്കുകയാണ്. ഇതിൽ നമുക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സ്, അത് അവിടെ തന്നെ വീട്ടിൽ വെക്കാനുള്ള ഡ്രസ്സ്, അങ്ങനെ എല്ലാം അലമ്പായിട്ട് കിടക്കുകയാണ്. എല്ലാം വേർതിരിച്ചിട്ട് ഓരോ ട്രോളിയിലൊക്കെ ആക്കിയിട്ട് വെക്കണം. ഇപ്പോൾ ബെഡ്റൂമിൻ്റെ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ കാർപ്പറ്റ് അതെല്ലാം കൂടെ ഒന്ന് റോൾ ചെയ്ത് വെക്കണം. ഞാൻ സാധാരണ കാർപ്പറ്റ് റോള് ചെയ്തിട്ട് റാപ്പ് ചെയ്യാറായിരുന്നു ഫസ്റ്റൊക്കെ. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് എന്തെങ്കിലും റബ്ബറോ അല്ലെങ്കിൽ കയറോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാറാണ്. മാറ്റെല്ലാം ഞാൻ വാക്വം പിടിക്കാറാണ്. അല്ലെങ്കിൽ എന്തായാലും അതിൽ പൊടി ഉണ്ടാവും, അതുപോലെ നൂല് അതെല്ലാം അതിൽ പിടിച്ചിരിക്കും. വാക്വം പിടിക്കുകയാണെങ്കിൽ നമുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിട്ടും. അതിനുശേഷം ഇതുപോലെ ഞാനിങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ട് ഒന്ന് ടൈ ചെയ്ത് വെക്കാറാണ്. മാറ്റ് എന്തായാലും നമ്മൾ ചൂലുകൊണ്ടൊന്നും അടിച്ചു വരിയാൽ എന്തായാലും പോരത്തില്ല, അതിലെന്തായാലും പൊടി ഉണ്ടാവും. അപ്പോൾ ഏകദേശം എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, സാധനങ്ങളൊക്കെ എടുത്തു വെക്കലൊക്കെ കഴിഞ്ഞു.
അപ്പോൾ എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് ടൈമില്ല. എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഒട്ടും ടൈമില്ലായിരുന്നു വീഡിയോ എടുക്കലും ഈ പണികളും ഒന്നും നടക്കില്ല. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ട് അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പോകുന്ന ഡേ ആയി. ഇപ്പോൾ 2 ദിവസം മുന്നത്തെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അതിനുശേഷം പിന്നെ എനിക്ക് പുറത്ത് പോലും കുറേ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങലും അങ്ങനെ ഓരോ പരിപാടിയായിട്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പാക്കാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഡോറുകളൊക്കെ, മുകളിലെ ഡോറുകളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കും. പിന്നെ വൈകിട്ട് ഉപ്പ വന്നിട്ട് അത് ക്ലോസ് ചെയ്തിടലാണ്. ഫുൾ ടൈം ഇത് ക്ലോസ് ചെയ്തിടുമ്പോൾ ഞാൻ ഇപ്പോൾ വീടൊക്കെ ക്ലോസ് ചെയ്തിട്ട് പോകുന്നവർക്കുള്ളൊരു ചെറിയ ടിപ്പാട്ടോ, ഇങ്ങനെ ഫുൾ ടൈം ക്ലോസ് ചെയ്ത് വെക്കരുത്. ഇടയ്ക്കൊക്കെ ആരോടെങ്കിലും വന്നിട്ടൊന്ന് തുറന്നിട്ടിട്ട് കാറ്റും ഇതൊക്കെ ഒരു എയർ സർക്കുലേഷൻ നമ്മുടെ വീട്ടിലുണ്ടാവുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അത് ഞാൻ ഈ ബാത്റൂമും എല്ലാം ഞാനിങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്തിടും. പിന്നെ ഉപ്പ വന്നിട്ട് അത് ക്ലോസ് ചെയ്ത് വെക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ഫുള്ളായിട്ട് തുറന്ന് വെക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് തുറന്ന് വെച്ചാൽ ഒരു എയർ സർക്കുലേഷനുള്ള ഇത് മാത്രം തുറന്ന് വെച്ചാൽ മതി. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഇതാക്കി ബാഗൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ സോഫ ഇതുപോലെ ഞാൻ ഇടയിൽ ഈ പോകാൻ നേരത്താട്ടോ സോഫ വിരിച്ചിടാത്ത ഓർമ്മ. അത് ഉമ്മാടെ സാരിയാണ്. ഉമ്മാടെ സാരി വെച്ചിട്ട് സോഫ ഇങ്ങനെ കവർ ചെയ്ത് വെക്കൽ. അല്ലാതെ ഞാൻ മൊത്തത്തിൽ റാപ്പ് ചെയ്ത് വെക്കാറില്ല. അതും ഇതുപോലെ പൂപ്പൽ വരും. നമ്മൾ റാപ്പിംഗ് കവർ കൊണ്ട് റാപ്പ് ചെയ്ത് വെച്ചാൽ പൂപ്പൽ വരും എന്നൊക്കെ പറഞ്ഞ് കേട്ടുകൊണ്ട് ഇങ്ങനെ വെക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഇത് എയർപോർട്ടിൽ പോവുകയാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടൈമും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ലോഞ്ചിൽ പോയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ടെന്നുള്ള അനൗൺസ് ചെയ്യാണ്. നമ്മൾ ഒമാൻ എയർവേസിനാണ് പോകുന്നത്. അപ്പോൾ ഫ്ലൈറ്റിലേക്ക് ഇപ്പോൾ ആളുകളെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് പോകാമെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. മക്കൾക്കൊക്കെ ഭയങ്കര സങ്കടമാണ്. കാരണം അവർ നാട്ടിലൊക്കെ കളിച്ച് ഇതാകുമ്പോൾ ഇവിടെ നമ്മളെ നാട്ടിൽ ആ ഒരു വൈബ് എന്തായാലും വേറെ നാട്ടിലും കിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു ഫീലിങ്സ് ഉണ്ട്. നമ്മൾ 1 മാസത്തെ വെക്കേഷനാണ് വരുന്നത്. അപ്പോൾ കുറച്ചല്ലേ അവർക്ക് കളിക്കാനും ഇതിനൊക്കെ പറ്റുള്ളൂ. പിന്നെ അവർക്ക് 3 മാസം വെക്കേഷൻ ഉണ്ട് മക്കൾക്ക്. പക്ഷേ എനിക്കും ഇക്കാക്കും ആകെ 1 മാസത്തെ ലീവേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാട്ടിലെപ്പോഴും 1 മാസത്തിനാണ് വരുന്നത്. അപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഒമാൻ എയർവേസിനാണ്. കണക്ഷൻ ഫ്ലൈറ്റ് ആട്ടോ. നമുക്ക് ഒമാനിൽ ഇറങ്ങിയിട്ട് വേണം കുവൈറ്റിലോട്ട് പോവാൻ. ഇവിടെ 2 പേരും വിൻഡോ സീറ്റിന് വേണ്ടി അടിയാണ്. ആകെ ഒരു വിൻഡോ സീറ്റല്ലേ ഉള്ളൂ. ഇന്ന് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഫുഡാണിത്. സാൻഡ്വിച്ചാണ്. ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എന്താ അറിയില്ല, കഴിക്കാൻ തോന്നുന്നില്ല. ടൈം തെറ്റിയതുകൊണ്ടെന്ന് അറിയില്ല, കഴിക്കാൻ തീരെ തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ചായ, ജ്യൂസ് വേണ്ടവർക്ക് ജ്യൂസ് ഉണ്ട്. പിന്നെ വേറൊരു അവരുടെ ഒമാൻ ചിപ്സ് എന്ന് പറഞ്ഞൊരു ഒരു സ്പെഷ്യൽ ചിപ്സ് ഉണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. സാധാരണ ഒമാൻ എയർവേസിൽ നമുക്ക് സ്ക്രീന് കിട്ടും. പക്ഷേ ഇന്ന് ഇതിലെന്താ പറയുക, ഈ ഫ്ലൈറ്റിൽ സ്ക്രീനില്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഗെയിമൊന്നും കളിക്കാൻ പറ്റാത്തതുകൊണ്ട് ബോറടിയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കച്ചറയായിരുന്നു. എന്തായാലും നമ്മളിപ്പോൾ ഒമാനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 2 hour വെയിറ്റ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ഫ്ലൈറ്റ്. പിന്നെ ഞങ്ങളുടെ കൂടെ ഒരു ആളും കൂടെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും മോളും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മക്കൾ കുറച്ച് റിലാക്സ് ആയിരുന്നു. എല്ലാവരും കൂടെ ഉള്ള കളിയും കാര്യങ്ങളും. പിന്നെ ഒമാൻ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എയർപോർട്ടാണ്. അടിപൊളി എയർപോർട്ടാണ്. ഒമാൻ എയർപോർട്ടിൽ നമുക്ക് 2 hour വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ അവിടെയും തന്നെ നമ്മൾ കുറച്ച് സിനിമയൊക്കെ കണ്ടിട്ട് ഇരുന്ന് അപ്പോഴേക്കും ടൈമായി നമുക്ക് പോകാനുള്ള. അവിടെ ഫ്ലൈറ്റ് വന്നു എന്നുള്ള അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ നമ്മൾ പിന്നെ പോകാൻ റെഡിയായി. അങ്ങനെ നമുക്ക് 1 hour 1.5 hour
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുവൈത്തിലെ നെക്സ്റ്റ് വീഡിയോ ഇൻഷാ അല്ലാ കാണാം. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഒരിക്കലും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.